കീം കൗൺസിലിംഗ് വഴി ആയുർവേദത്തിന് അല്ലെങ്കിൽ BAMS കോഴ്സിന് എങ്ങനെ ഒരു ബെറ്റർ കോളേജ് ചൂസ് ചെയ്യാം? ഓപ്ഷൻ ഫില്ലിങ്ങിൽ ഞങ്ങളുടെ റോൾ എന്താണ്? അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ എല്ലാ സീറ്റും ഫില്ല് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് അണ്ടറിലുള്ള കീം എന്ന അതോറിറ്റി തന്നെയാണ്. അതെ. അതിൽ തന്നെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞു, നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും BAMS സീറ്റ് കേരളത്തിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ ഏറ്റവും ബെറ്റർ കോളേജിൽ എത്തിച്ചേരാം എന്നുള്ളതാണ്. നിങ്ങളുടെ മാർക്ക് അല്ല ഇതിനകത്ത് ഏറ്റവും ആയുർവേദത്തെ സംബന്ധിച്ച് കൺസേൺ ആയിട്ടുള്ള കാര്യം. നമ്മൾ എങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നു, അതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്, അല്ലേ? ഒരു മാർക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ ആർക്കും ബെറ്റർ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏറ്റവും ബെസ്റ്റിൽ തന്നെ എത്തിച്ചേരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഒന്നാമത് പറയേണ്ട കാര്യം, അല്ലേ? BAMSനെ സംബന്ധിച്ച് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മാർക്കൊരു ഫാക്ടർ അല്ല. സെൽഫ് ഫിനാൻസിങ്ങിലാണെങ്കിൽ എല്ലായിടത്തും സെയിം ഫീസാണ്. ഏറ്റവും ബെറ്ററിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതെ, ഇതിൻ്റെ കൗൺസിലിംഗ് തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയതുകൊണ്ട് പലരും അത് മിസ്സാവാറുണ്ട്, പലർക്കും അത് അറിയത്തില്ല. ചിലർ ഈ പറഞ്ഞ പോലെ എന്താണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കോളേജ് അങ്ങ് ഓപ്ഷൻ വെക്കുന്നു. അതും സിദ്ധയും അതുപോലെ തന്നെ യുനാനിയും. നിങ്ങൾക്ക് ആയുർവേദമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആയുർവേദം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം 100% ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അതനുസരിച്ച് ആയുർവേദം മാത്രം അറേഞ്ച് ചെയ്യൂ. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള കോഴ്സുകൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ഓൺ ചെയ്യാവുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ലേറ്റായിട്ട് നമ്മളെ വിളിച്ച മിക്ക കുട്ടികളും അവർ ചിലപ്പോൾ തിരുവനന്തപുരം സൈഡുള്ളവർക്കായിരിക്കും. ജസ്റ്റ് ഓപ്ഷൻ വെച്ച് അവർക്ക് കിട്ടുന്നത് കാസർഗോഡായിരിക്കും. അത് തീരെ മോശം കോളേജ് ആയിരിക്കും. ചിലപ്പോൾ ആ സൈഡിലുള്ള കോളേജ് നല്ലതായിരിക്കണമെന്നില്ല. അവിടെ പോയി ചേർന്നേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള കുട്ടി തിരുവനന്തപുരത്ത് ഓപ്ഷൻ വെച്ച് മോശം കോളേജ് കിട്ടിയേക്കാം. അതെ. സോ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റിലേക്ക് എത്താൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഓപ്ഷൻ വെക്കുക, കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ കോളേജ് വെക്കണമെന്നുമില്ല. BAMSനെ സംബന്ധിച്ച് അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമില്ല. ഈവൻ ദോ ഇനിയിപ്പം മെറിറ്റ് സീറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 15% ഓപ്ഷൻ കീം ത്രൂ തന്നെ ഉണ്ട്. അതാണെങ്കിലും മെറിറ്റ് ഫീ ഇല്ല എന്ന് പറഞ്ഞാൽ 1 lakh rupees സ്കോളർഷിപ്പോടുകൂടി എടുക്കാനുള്ള ഓപ്ഷൻസും തരുന്ന കോളേജ് ഉണ്ട്. അത് കേരളത്തിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫർ ചെയ്യുന്ന 2-3 കോളേജുകളുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ വിളിച്ച് തീരെ നീറ്റ് സ്കോർ കുറവുള്ളവർ പോലും ആ ഒരു ഓപ്ഷൻസ് മാത്രം വെച്ച് സേഫായിട്ട് ആ ഒരു കോളേജ് മാത്രം അഡ്മിഷൻ കിട്ടി, അലോട്ട്മെൻറ്റ് പോയി എടുത്തു, സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇപ്പോൾ പഠിക്കുന്നു. അതേസമയം ഇതിലും മാർക്കുള്ള കുട്ടികൾ കുറേ കോളേജുകൾ നിരത്തി പിടിച്ച് വെച്ചു, ഒരു മോശം കോളേജ് കിട്ടി, എന്തായാലും അവർക്ക് അവിടെ പോയി ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് നല്ല കോളേജ് കിട്ടുവാണെങ്കിൽ തന്നെ ഈ പോയി സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണം. അവിടെ നിന്ന് വീണ്ടും വേറെ നല്ല കോളേജ് കിട്ടി അവിടെ കൊണ്ട് കൊടുക്കണം, കിട്ടുമെന്ന് ഉറപ്പില്ല. അങ്ങനെ വൻ കോംപ്ലിക്കേഷനിലേക്കാണ് ആളുകൾ പോകുന്നത്. അതുമാത്രമല്ല, കീമിനെ സംബന്ധിച്ച് BAMSനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാനേജ്മെൻറ്റ് സീറ്റ്സും അതുപോലെ തന്നെ മെറിറ്റ് സീറ്റ്സും ഒരുമിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. SC ST OEC വിഭാഗത്തിൽപ്പെട്ട സ്റ്റുഡൻസിന് എൻ്റയർലി ഫീസ് വേവ് ഉണ്ട് മെറിറ്റ് സീറ്റിൽ, പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റ്സിലില്ല. കഴിഞ്ഞ വർഷം എനിക്കറിയാവുന്നൊരു മിനിമം ഒരു 5 കേസസ് എങ്കിലും ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് സീറ്റ്സിൻ്റെ ഓപ്ഷൻസ് ഫസ്റ്റ് വെക്കുകയും മെറിറ്റ് സീറ്റ്സിൻ്റെ രണ്ടാമത് വെക്കുകയും ചെയ്തിട്ട് മാനേജ്മെൻറ്റ് സീറ്റ്സ് അലോട്ടായി. ഈ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ 3 lakh rupees ഫീസ് അടച്ചാൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, SC ST OEC അതായത് ഫീസ് ഒരു രൂപ അടയ്ക്കേണ്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓപ്ഷൻ ഫില്ലിംഗ് വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ, ഈ പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻറ്റ് എൻ്റയർലി കൗൺസിലിംഗ് പ്രൊസീജിയറിൽ നിന്ന് ഔട്ട് ആവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ജോയിൻ ചെയ്ത സ്റ്റുഡൻറ്റ് തേർഡ് റൗണ്ടിൽ അപ്ഗ്രഡേഷനായിട്ട് മോശം കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എടുത്ത് മേളിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് അപ്ഗ്രഡേഷൻ കിട്ടുകയും ഇവിടുന്ന് എക്സിറ്റ് ആവുകയും അവിടെ പോയി ജോയിൻ ചെയ്യാൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ആ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോയ ഒരു മിനിമം 5 സ്റ്റുഡൻസ് എങ്കിലും അറിയാം. സോ കീം കൗൺസിലിംഗിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് BAMS കൗൺസിലിംഗ്. അതിൻ്റെ അത് കാരണം ഒരു കോളേജ് തന്നെ 2 വട്ടം ഓപ്ഷൻ വെക്കണം, മാനേജ്മെൻറ്റും മെറിറ്റും ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് വൈസായിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് കോളേജിലെത്താൻ BAMSനെ സംബന്ധിച്ച് നീറ്റ് സ്കോർ ഒരു പ്രശ്നമേ അല്ല. എത്താനുള്ള എല്ലാ ഹെൽപ്സും നമുക്ക് ചെയ്തു തരാൻ പറ്റും. താങ്ക് യു.